ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ ഒരു വീഡിയോയിൽ എൻ്റെ പ്രൊനൗൺസിയേഷൻ അതുപോലെ തന്നെ വോയിസ് ഒക്കെ കുറേ പ്രശ്നം ഉണ്ടായിരിക്കും. കാരണം തൊണ്ടയ്ക്ക് കുറേ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ആദ്യമേ തന്നെ അത് പറയുന്നു. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ നിന്ന് തന്നെ തുടങ്ങാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹൈ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ഹൈ ട്രെൻഡിൽ നിന്നും ഇനി ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്ന ട്രേഡേഴ്സിനാണ്. കാരണം അവർക്ക് ഷോർട്ട് എന്ന രീതിയിലോട്ട് പോകുമ്പം ഏത് പൊസിഷനിൽ നിന്ന് തുടങ്ങണമെന്നായിരിക്കും പ്രശ്നം. അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇനി മാർക്കറ്റ് വീഴുമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുക. ഡൗൺ എന്ന രീതി വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഡൗണിലോട്ട് വരാം, പക്ഷേ അത്ര വലിയ ഡൗണിലോട്ട് വീഴില്ല. ഇവിടെ നിന്ന് സൈഡ് വേസ് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈ നോക്കി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സെയിം കണ്ടീഷനിൽ തന്നെയാണ് ഇന്ന് ഗോൾഡിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. ഈ ഒരാഴ്ച നിങ്ങൾക്ക് കറക്റ്റ് ഡയറക്ഷൻ കിട്ടുന്നതായിരിക്കും. ഗോൾഡിൻ്റെ പ്രൈസ് സൈഡ് വേസ് ആണ് നിൽക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പക്ഷേ റിസ്ക് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസ് പെട്ടെന്ന് ക്രാഷിലോട്ട് വീഴുകയാണെങ്കിൽ നമ്മുടെ ബിറ്റ്കോയിനും ആൾട്ട് കോയിൻസ് എല്ലാം പെട്ടെന്ന് ഡൗണിലോട്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 85,000-90,000 USD എത്തിയ ടൈം തൊട്ട് ഞാൻ പറയുന്നതാണ്. ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കുറച്ച് പ്രോജക്റ്റ്, അത് പ്രോഫിറ്റ് വരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഡോഗിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡോഗി എന്ന് പറയുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റാണ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുള്ള ബൈ പ്രൈസ് റേഞ്ചിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോഗി എന്ന് പറയുന്നത് ഏകദേശം പ്രോഫിറ്റ് 85,000-90,000 USD നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്തിയ ടൈം എന്ന് പറയുന്നത് ഡോഗി 0.35 0.40 റേഞ്ചാണ് നിൽക്കുന്നത്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 25% അല്ലെങ്കിൽ 20 ഡോഗി എന്ന് പറയുന്ന പെർസെൻറ്റേജ് ഡോഗി എത്രയാണോ ഉള്ളത് ക്വാണ്ടിറ്റി അത്രയും വേണമെങ്കിൽ സെല്ല് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, $1 വരെ ഞാൻ ഡോഗി മുമ്പ് സെൽ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. ലോങ് ടൈം താല്പര്യമുള്ളവരാണെങ്കിൽ അത് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മിക്ക പ്രോജക്റ്റ് നല്ല പ്രോഫിറ്റ് വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെല്ല് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റ് കോയിൻ കണ്ടോ, ഏകദേശം 50% ഹൈ ആണ്. ഞാൻ പറഞ്ഞ പ്രൈസിനേക്കാൾ 50% ഹൈ ആണ്. ഏത് പ്രോജക്റ്റ് എടുത്തിരുന്നാലും ആവറേജ് 80-120% മിക്ക പ്രോജക്റ്റും ഹൈ ആണ്. ഓക്കെ, ഞാൻ വാച്ച് ലിസ്റ്റിൽ ഫേവറേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള പ്രോജക്റ്റ് നോക്കുക. ആദ്യം നമുക്ക് സിഗ്നൽ വന്നത് CET ആണ്. CET ആണ് ഏറ്റവും ആദ്യം ഹൈ എന്ന രീതിയിലോട്ടായത്. അതിനുശേഷം അത് ഡൗണിലാണ് നിൽക്കുന്നത്. CET നമ്മുടെ ടോപ്പ് ആയിട്ടുള്ള സെൽ ടാർഗറ്റ് എത്തിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിയിട്ടില്ല. പക്ഷേ എല്ലാവർക്കും ഏകദേശം 300% അടുപ്പിച്ച് പ്രോഫിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. അടുത്ത് സൊളാനയാണ് പലർക്കും ലോട്ടറി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. കാരണം ഏകദേശം $10, $7, $8, $9 റേഞ്ചിലൊക്കെ പലരും ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സൊളാനയുടെ പ്രൈസ് നോക്കുക 260. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2 അല്ലെങ്കിൽ 3 സൊളാനെങ്കിലും മുമ്പ് ബൈ ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പം നോക്കുക പ്രൈസ് എത്രമാത്രം ഹൈ ആയെന്ന് നോക്കുക. ഇനി അടുത്ത XRP എന്ന് പറയുന്നത് 0.40 ബൈ പറഞ്ഞതാണ്. ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 1.50 മുതൽ 1.6 ഒക്കെ ടച്ചായി. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് XRP ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തുടങ്ങുക. ലോങ് ടൈം എന്ന് പറഞ്ഞാൽ $5 മുകളിൽ വരെ ഞാൻ സെൽ ടാർഗറ്റ് ലോങ് ടൈമിന് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആയി കഴിഞ്ഞാൽ ഈ ആൾട്ട് കോയിൻസ് എല്ലാം ഡൗണിൽ വന്ന രീതിയിലോട്ട് വീഴുന്നതായിരിക്കും. അതുകൊണ്ട് ആണ് ഞാൻ നേരത്തെ തൊട്ട് പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്ന്. അടുത്ത് ഷിബയുടെ പ്രൈസാണ്. ഷിബയുടെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ്. 100-150% ഒരു ഹൈ ആയിട്ട് വീണ്ടും സൈഡ് വേസ് ആണ് നിൽക്കുന്നത്. ഷിബ ഇനി വീണ്ടും ഹൈയിലോട്ട് പോകുമോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഷിബയുടെ പ്രൈസ് വീണ്ടും ഒരു പമ്പിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസിൽ വന്നിട്ട് ബിഗിനർ ആണെങ്കിൽ ബൈ ചെയ്യരുത്. റിസ്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കൂടുതലാണ്. അടുത്ത് നമ്മുടെ കാർഡിനോ ഏകദേശം $1.10 ആണ് നിൽക്കുന്നത്. ഏകദേശം 0.30 നമ്മൾ ബൈ പറഞ്ഞതാണ്. കണ്ടോ, പെട്ടെന്ന് ആണ് പമ്പ് എന്ന രീതിയിലോട്ട് മാർക്കറ്റ് കണ്ടീഷൻ മൊത്തത്തിൽ നല്ല പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എല്ലാ ആൾട്ട് കോയിൻസിലും. അടുത്ത് വെർജിൻ നമുക്ക് പ്രോഫിറ്റാണ്. ഏകദേശം നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റാണ്. 0.0035 അതുപോലെ തന്നെ 0.0040 ഒക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ലോങ് ടൈമിന് വീണ്ടും ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് ഇഒഎസും പമ്പ് തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ പലർക്കും പ്രോഫിറ്റ് ആണ്. അടുത്ത് ട്രോണും നമുക്ക് എനിക്ക് തോന്നുന്നു ട്രോണ് അതുപോലെ തന്നെ ഡോഗി നല്ല പ്രോഫിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ 2 പ്രോജക്റ്റ് ഡോഗി അതുപോലെ തന്നെ ട്രോൺ എന്ന് പറയുന്ന പ്രോജക്റ്റ്. ബാറ്റ് സിൽക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. 0.14 0.16 ഒക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ലോങ് ടൈം എൻ്റർ ആവുന്നവർക്ക് എൻ്റർ ആവാമെന്ന്. ഇപ്പോൾ 0.27 ആണ്.
ഏകദേശം 90-100% വരെ പ്രോഫിറ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് പ്രോജക്റ്റ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞെടുത്ത് നോക്കാം. എല്ലാ 100%-ന് മുകളിൽ പ്രോഫിറ്റ് പലർക്കും വന്നിട്ടുണ്ട്. ഡോട്ട് $4 എത്ര തവണ മുമ്പുള്ള വീഡിയോ പോയി വാച്ച് ചെയ്യുക, എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. $40 വരെ പോകാമെന്നും പറഞ്ഞിട്ടുണ്ട് ഡോട്ട് ലോങ് ടൈമിന്. ഇപ്പം കണ്ടു ഏകദേശം $10 ടച്ച് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഡോട്ട് 2എണ്ണമെങ്കിലും ഞാൻ മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്, 2എണ്ണമെങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഫണ്ടില്ലാത്തവർ. ഓക്കെ, ഫണ്ടില്ലാത്തവർ ഏകദേശം ഒരു $4 റേഞ്ചിൽ 2എണ്ണമെങ്കിലും ബൈ ചെയ്ത് വെക്കുക. $8 ആവത്തുള്ളൂ. പക്ഷേ ഒരു $40 റേഞ്ചിൽ നിങ്ങൾക്ക് $80 വരെ പ്രോഫിറ്റ് കിട്ടാമെന്ന് പണ്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റാണ് ഡോട്ട്, എതീരിയം ക്ലാസിക്, ലൈറ്റ് കോയിൻ. ഇങ്ങനത്തെ പ്രോജക്റ്റൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഇനി അടുത്ത MXC ടോക്കൺ ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. MXC 0.80 പറഞ്ഞിട്ട് $6 വരെ പോയതാണ്. വീണ്ടും ഡൗണിൽ വന്നിട്ട് കണ്ടോ, റിവേഴ്സ് എന്ന രീതിയിലോട്ടാണ് മാർക്കറ്റ് പോകുന്നത്. അടുത്ത അയോട്ട ഏകദേശം മുമ്പുള്ള 2 ആഴ്ചയ്ക്ക് മുമ്പുള്ള വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയോട്ട താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന്. ഏകദേശം 130% വരെ പലർക്കും പ്രോഫിറ്റ് ആണ് അയോട്ട. ഇനി അടുത്ത് ഫയൽ ടോക്കണും ഹൈ എന്ന രീതിയിൽ തന്നെയാണ്. എല്ലാ ആൾട്ട് കോയിൻസും ഹൈ എന്ന രീതിയിൽ തന്നെയാണ്. എതീരിയം ക്ലാസിക് ആവട്ടെ, യൂണിസാപ്പൊക്കെ 100% കണ്ടോ, ഏകദേശം $11 ആണ് നിൽക്കുന്നത്. ഏകദേശം $5 വന്ന ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിസാപ്പിൻ്റെ ഈ ഒരു പ്രോജക്റ്റ് എൻ്റർ ആവാൻ വേണ്ടി. അടുത്ത് സിലിക്കയും ഹൈ തന്നെയാണ്. സിലിക്കയും ബാറ്റും 100% അടുപ്പിച്ച് ഹൈ തന്നെയാണ്. മാറ്റിക്കും ഏകദേശം അത്യാവശ്യം ഹൈ ആയിട്ടുണ്ട്. പക്ഷേ മാറ്റിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് വരേണ്ടതാണ്, ബൈനാൻസ് ഡീലിസ്റ്റ് ചെയ്തതുകൊണ്ടാണ്. ഇനി അടുത്ത് ഗല എന്ന് പറയുന്ന പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, പ്രോഫിറ്റ് ആണ്. 0.015 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗല. അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് മന, ഈ 2 പ്രോജക്റ്റ് ഞാൻ എപ്പോഴും ഒരുമിച്ചാണ് പറയാറുള്ളത്. രണ്ടും പ്രോഫിറ്റ് തന്നെയാണ്. അടുത്ത് ഗേറ്റ് ടോക്കണൊക്കെ $2.5 തൊട്ട് പറഞ്ഞു തുടങ്ങിയതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം $2.5 തൊട്ട് പറഞ്ഞു തുടങ്ങിയതാണ്. $2.89 അതുതൊട്ട് പറഞ്ഞു തുടങ്ങിയതാണ് ജനുവരി 2023. അതിനുശേഷം നമ്മുടെ മാർച്ച് 2024 $11 ഗേറ്റ് ടോക്കൺ വന്നിട്ടുണ്ടായിരുന്നു. അതേ പൊസിഷനിൽ തന്നെ ഇപ്പം വീണ്ടും നിൽക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗേറ്റ് ടോക്കൺ, അസെൻഡിയസ് എക്സ്ചേഞ്ചിൻ്റെ ടോക്കൺ, അതുപോലെ തന്നെ നമ്മുടെ CET, ഇതെല്ലാം ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് പോകുമെന്ന് പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇത്രയും മാത്രമാണ് ഞാൻ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വാച്ച് ലിസ്റ്റ് പലതവണ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. CSPR ഡൗൺ ആയ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. ഇത് ഡൗൺ എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ലിങ്ക് പകുതി ലിങ്കെങ്കിലും ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. $10 വന്ന ടൈം പകുതി ലിങ്ക് അല്ലെങ്കിൽ ഒരു ലിങ്കെങ്കിലും ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താ $17 ആണ് ലിങ്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ലിങ്കൊക്കെ $30, $40 ഒക്കെ ഈസി ആയിട്ട് നല്ല രീതിയിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എന്ന പ്രോജക്റ്റ് കൂടിയാണ് ലിങ്ക് എന്ന് പറയുന്നത്. ഏകദേശം $6 റേഞ്ചിൽ നിന്ന് ബൈ എടുത്തിട്ട് ഏകദേശം $22 വരെ പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഡൗൺ വന്ന ടൈമാണ് ഞാൻ പറഞ്ഞത്. താല്പര്യമുള്ളവർക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ബൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനയും ഏകദേശം കണ്ടോ ഹൈ എന്ന രീതിയിൽ തന്നെയാണ്. 0.25 പറഞ്ഞാണ്. പക്ഷേ അതിൻ്റെ അകത്ത് റിസ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മന ഗല എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ അത് കുറച്ച് പ്രശ്നമുണ്ട്. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബൈ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം നല്ല രീതിയിൽ തന്നെ 100-150% അതും ഹൈ ആയിട്ടുണ്ട്. ഇനി അടുത്ത് അല്ലാതെ ഞാൻ ഏകദേശം ഒരു 56-60 പ്രോജക്റ്റ് അല്ലാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പ്രോജക്റ്റ് ടോൺ കോയിനും ഹൈ ആണ്. അടുത്ത് നിയറും ഹൈ ആണ്. ഈ ഒരു ഓർഡർ നിങ്ങൾ നോക്കുക. ഈ ഒരു ഓർഡറിലായിരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ള പ്രാധാന്യമുള്ള പ്രോജക്റ്റ്. അതെല്ലാം തന്നെ നല്ല രീതിയിൽ ഹൈയിൽ വന്നിട്ടുണ്ട്. അടുത്ത് ഹെഡേര എന്ന് പറയുന്ന പ്രോജക്റ്റ് 150%, 200% അടുപ്പിച്ച് പലർക്കും പ്രോഫിറ്റാണ്. ICP പ്രോഫിറ്റാണ്. ഏകദേശം CR എന്ന് പറയുന്ന പ്രോജക്റ്റ്, ക്രോൺസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് ഏകദേശം അതെനിക്ക് തോന്നുന്നു ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് എന്തോ പറഞ്ഞാണ്. 0.08 നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 0.24 വരെ അത് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. അടുത്ത് ഫാൻഡം എൻ്റെ ഫേവറേറ്റ് പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാൻഡം ഒക്കെ നല്ല രീതിയിൽ തന്നെ പമ്പെന്ന രീതിയിലോട്ട് മാർക്കറ്റ് പോകുന്നതായിരിക്കും. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഹോൾഡ് ചെയ്യുക. ഫാൻഡം എൻ്റെ ഫേവറേറ്റ് ആണ്. അടുത്ത അൽഗോയും നല്ല രീതിയിൽ പ്രോഫിറ്റ് എന്ന രീതിയിൽ പലർക്കും വന്നിട്ടുണ്ട്. അടുത്ത ഗ്രാഫ് എന്ന് പറയുന്ന പ്രോജക്റ്റും പ്രോഫിറ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പ്രോഫിറ്റ് ആണ്. ഓക്കെ, പക്ഷേ ജൂപ്പിറ്റർ എന്ന് പറയുന്ന പ്രോജക്റ്റ് അധികം മൂവ് ആയിട്ടില്ല, വെയിറ്റ് ചെയ്യുക. മാറ്റിക്ക് ഏകദേശം കണ്ടോ ഇപ്പോൾ 0.57 ആണ്. നേരത്തെ 0.30 നിന്ന് ഏകദേശം 90% ഹൈ ആയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ബൈനാൻസ് എക്സ്ചേഞ്ച് ഒക്കെ ഡീലിസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ മാറ്റിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം $1 അടുപ്പിച്ച് നിൽക്കേണ്ടതായിരുന്നു. അത് ഡീലിസ്റ്റ് ആയതുകൊണ്ടാണ്. ജാസ്മിയൊക്കെ ഞാൻ മുമ്പോട്ട് പറയുന്ന പ്രോജക്റ്റാണ്. ഫ്ലെയർ എന്ന് പറയുന്ന പ്രോജക്റ്റൊക്കെ മുമ്പോട്ട് ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്.
അടുത്ത CHZ ഒക്കെ നമ്മുടെ ട്രോൺ ഫാമിലിക്കകത്ത് വരുന്നതാണ്. ട്രോൺ ഫാമിലിക്കകത്തുള്ള മിക്ക പ്രോജക്റ്റും നല്ല രീതിയിൽ തന്നെ ഹൈ എന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ട്രോൺ ഫാമിലി എന്ന് പറയുന്നത് ഞാൻ മുമ്പോട്ട് പറയുന്ന കാര്യമാണ്. ട്രോൺ ഫാമിലി എന്ന് പറയുന്നത് നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. അത് നല്ല രീതിയിൽ തന്നെ ഹൈ എന്ന രീതിയിലോട്ട് പോകാൻ സാധ്യതയുള്ള പ്രോജക്റ്റാണ് ട്രോൺ ഫാമിലി എന്ന് പറയുന്നത്. പക്ഷേ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതൽ ആണ്. ഇസഡ് ക്യാഷ് ഇന്നലെ നല്ല രീതിയിൽ മൂവ് ആയിട്ടുണ്ട്. ഇസഡ് ക്യാഷ് പ്രൈസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർ മാത്രം ട്രൈ ചെയ്താൽ മതിയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തുണ്ട് പാൻകേക്ക് സ്വാപ്പ് 100% ഹൈ എന്ന രീതിയിൽ. അടുത്ത് നമ്മുടെ കുസുമ എന്ന് പറയുന്ന പ്രോജക്റ്റ് 74% ഇപ്പോൾ ഹൈ ആയിരിക്കുന്നത്. അതും പ്രൈസ് കൂടുതലാണ്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാമെന്ന്. നല്ല പ്രോജക്റ്റ് മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം തന്നെ ആവറേജ് 100-150% വരെ ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഹാർമണി ഏകദേശം 37% ആണ് ഇന്നലെ മാത്രം ചേഞ്ച് ആയിട്ടുള്ളത്. ജസ്റ്റ് ബാറ്റ് ഇങ്ങനത്തെ പ്രോജക്റ്റ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ഓപ്പൺ ആവുന്നതിന് വേണ്ടിയിട്ട് ഗോൾഡിൻ്റെ പ്രൈസിനനുസരിച്ചിട്ടായിരിക്കും അടുത്ത് നമ്മുടെ ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ട് നമ്മളെ ട്രാപ്പിൽ വീഴ്ത്തും. ഓക്കെ, ഇവിടെയാണ് മിക്കവർക്കും ട്രാപ്പ് ഇട്ട് വരുന്നത്. ഞാൻ നേരത്തെ ഇട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നേരത്തെ തന്നെ ബൈ എന്ന രീതിയിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. ഗോൾഡിൻ്റെ പ്രൈസ് പറഞ്ഞു തുടങ്ങിയ ടൈം നിങ്ങൾ ആ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റഷ്യ, തുർക്കി ഇങ്ങനത്തെ രാജ്യങ്ങളെല്ലാം ഗോൾഡിൻ്റെ പ്രൈസിൽ വന്നിട്ട് ഹൈ എന്ന രീതിയിൽ ബൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മുമ്പുള്ളൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു ടൈം തൊട്ട് നിങ്ങൾ നോക്കുക, നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഗ്രാജ്വലി ഹൈ എന്ന രീതിയിലോട്ട് റഷ്യ ഉക്രൈൻ വാർ വന്നു. അതിനുശേഷം പല ഇഷ്യൂ കൊണ്ടും നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ ഹൈ ട്രെൻഡിൽ വന്നു. അതനുസരിച്ച് ബിറ്റ്കോയിൻ്റെ പ്രൈസും നല്ല രീതിയിൽ തന്നെ ഹൈ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഇനിയാണ് നമുക്ക് ട്രാപ്പ് കിട്ടാൻ വേണ്ടി പോകുന്നത്, പലരും പറ്റിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇനി ഗോൾഡിൻ്റെ പ്രൈസ് എപ്പോഴെന്നില്ലാതെ വേണമെങ്കിൽ ഡൗണിലോട്ട് വീഴാം. അത് ഈ ആഴ്ചയായിരിക്കാം, ചിലപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കാം, ചിലപ്പോൾ ഡിസംബർ ലാസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ജനുവരിയുടെ ഫസ്റ്റ് വീക്ക് ആയിരിക്കാം. എപ്പോഴും നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് പെട്ടെന്ന് ക്രാഷ് എന്ന രീതിയിലോട്ട് വീണു തുടങ്ങുന്നോ അതനുസരിച്ച് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസും ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ഡൗണിലോട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ട്രൈ ചെയ്യുക.